കത്തുന്ന തെരുവുകളും കണ്ണീർ വാതകത്തിന്റെ പുകയും ലാത്തിചാർജിന്റെ ശബ്ദവും ഒരുമിച്ച് ഡൽഹിയുടെ ഹൃദയത്തിൽ മുഴങ്ങിയപ്പോൾ രാജ്യം ആദ്യം അന്വേഷിച്ചത് എന്താണ് സംഭവിച്ചതെന്നതല്ല, ആരാണ് ഇതിനൊക്കെ മറുപടി പറയുക എന്നായിരുന്നു. കാരണം ഇതൊരു സാധാരണ പ്രതിഷേധമായിരുന്നില്ല. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയും പോലീസിന്റെ നടപടി ദേശീയ ചർച്ചയാവുകയും ചെയ്ത നിമിഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സഭയിൽ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോയിട്ടും ആ കസേര ഇപ്പോഴും ശൂന്യമായി തന്നെ തുടരുകയാണ്. ഒരു കാലത്ത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഏത് ആരോപണത്തെയും വാക്കുകൾ കൊണ്ട് പ്രതിരോധിച്ച, രാഷ്ട്രീയ എതിരാളികളെ നിശ്ചിതമായി മറുപടികളിലൂടെ പ്രതിരോധിച്ച അമിത്ഷാ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ ഒളിച്ചോടുകയാണെന്ന വിമർശനം ശക്തമാവുകയാണ്. ജനാധിപത്യത്തിൽ അധികാരത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം പ്രതിസന്ധി നേരിടുന്ന നിമിഷങ്ങളിലാണ്. അപ്പോൾ മൗനം ഒരു രാഷ്ട്രീയ തന്ത്രമാകാം, പക്ഷേ അത് ജനാധിപത്യത്തിന്റെ ഉത്തരമാകില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേർക്കുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു നിൽക്കുകയാണ്. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ബില്ലിന്റെ ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന്റെ ചുവടുപിടിച്ചാണ് പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇരു സഭകളിലും നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ ഇരു സഭകളും പാസാക്കിയെങ്കിലും അവ അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ്. സഭയിലെത്തൂ, അമിത്ഷാ മറുപടി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം അയോധ്യയിലെ സംഭാവന കൊള്ളയിലും പ്രതിഷേധം ഉയർത്തി. സഭയ്ക്ക് പുറത്തെ അംഗങ്ങളുടെ പ്രവേശന കവാടമായ മഗർദ്വാറിൽ സംഭാവന കൊള്ളയ്ക്കെതിരായി തെരുവ് നാടക രൂപത്തിലുള്ള പ്രതിഷേധം തിങ്കളാഴ്ചയും അരങ്ങേറി. പ്രിയങ്ക ഗാന്ധി, ഡിംപിൾ യാദവ്, മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സഭയ്ക്ക് പുറത്ത് ഈയൊരു പ്രതിഷേധവും അകത്ത് അമിത്ഷായെ കേന്ദ്രീകരിച്ചുള്ള നീക്കവുമാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പോലീസും കേന്ദ്ര ഭരണത്തിന്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണ്. അതിനാൽ രാജ്യത്തെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളെ നേരിടാൻ ഭരണകൂടത്തിന് അധികാരമുണ്ട്. എന്നാൽ ആ അധികാരം എങ്ങനെ, എവിടെ, എപ്പോൾ വിനിയോഗിച്ചു എന്നതിന് കണക്കു പറയേണ്ട ബാധ്യതയും അതേ ഭരണകൂടത്തിനുണ്ട്. അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ വെല്ലുവിളികളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നേതാവെന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മൗനം കൂടുതൽ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും ആരോപണങ്ങളും വഴിവെക്കുന്നതിൽ കൂടുതൽ കുറ്റം പറയാനും കഴിയില്ല. പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ പാർലമെന്റിന്റെ ചുവരുകൾ കടന്ന് പൊതുസമൂഹത്തിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വിവരങ്ങളും ഉടൻ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന വാദം സർക്കാരിന് മുന്നോട്ട് വയ്ക്കാം. എന്നാൽ അന്വേഷണം നടക്കുന്നതും പാർലമെന്റിനെ അറിയിക്കുന്നതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംഭവത്തിൽ സർക്കാർ തന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മര്യാദ കൂടിയാണ്. ഒടുവിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ അതിന് മറുപടി പറയാതെ മൗനത്തിന്റെ മതിൽ പണിയുന്നത്, ഒളിച്ചു കളിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല. പാർലമെന്റ് വെറും നിയമങ്ങൾ പാസ്സാക്കാനുള്ള വേദി മാത്രമല്ല, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഭരണകൂടം മറുപടി പറയാനുള്ള വേദി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യം കാത്തിരിക്കുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെയല്ല, ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തമായ വിശദീകരണത്തെയാണ്. കാരണം ചിലപ്പോൾ ഒരു നേതാവിന്റെ മൗനം 1000 വാക്കുകളെക്കാൾ വലിയ ചോദ്യങ്ങൾ ഉയർത്തും.